ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കാണുന്നത് ലേൺഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ തേർഡ് വൺ പേഴ്സണൽ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്. പിന്നെ ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു ആക്ട് ഇൻ എ സർട്ടൺ വേ either favorably or unfavorably concerning object, people or event. ഇപ്പോൾ നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നടക്കുവാണെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കും? നമ്മൾ അനുകൂലിച്ചായിരിക്കുമോ പ്രതികൂലിച്ചായിരിക്കുമോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ സേ ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ജോബ്, ഐ ആം എക്സ്പ്രസിങ് മൈ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക്. ഉണ്ടോ? ആൻ ആറ്റിറ്റ്യൂഡ് മേ ബി ഡിഫൈൻഡ് ആസ് ദ വേ എ പേഴ്സൺ ഫീൽസ് അബൌട്ട് സംതിങ്, a person, a place or a thing or a situation or an idea. അതാണ് നമ്മുടെ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സംഭവത്തോട്, ഒരു സ്ഥലത്തോട്, ഒരു സിറ്റുവേഷനോട്, ഒരു ഐഡിയയോട് ഞാൻ അതിനോട് എങ്ങനെയാണ് അതിനോടുള്ള എൻ്റെ ഫീലിങ്സ്, അതിനോടുള്ള എന്താ പറയുക, ഞാനതെങ്ങനെയാണ് കാണുന്നതാണ് ആറ്റിറ്റ്യൂഡ്. എക്സ്പ്രസസ് ആൻ ഇൻഡിവിജ്വൽസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഫീലിംഗ് അബൌട്ട് സം ഓബ്ജക്റ്റ്. നമ്മൾ പോസിറ്റീവായിരിക്കുമായിരിക്കാം നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടായിരിക്കും. നമ്മളൊരു വ്യക്തിയെ കാണുമ്പം പോസിറ്റീവായിട്ടാണ് കാണുന്നത്, നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഇതിനാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് വാല്യൂസ്. വാല്യൂസ് ആർ കൺസിഡർഡ് ആസ് എ ഗ്ലോബൽ ബിലീഫ് ദാറ്റ് ഇൻസ്ട്രക്ട്സ് ഡിഫറെൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ആക്ഷൻസ് അക്രോസ് വേരിയസ് സിറ്റുവേഷൻസ്. ഉണ്ടോ? ഇറ്റ് ഈസ് എ ഗ്ലോബൽ ബിലീഫ് ദാറ്റ് ഇൻസ്ട്രക്ട്സ് ഡിഫറെൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ആക്ഷൻസ് അക്രോസ് various situations. It consists of an individual's idea based on the right, good and desirable opinions. നല്ലത്, ഗുഡ് ആൻഡ് ഡിസൈറബിൾ, ശരിയായത്, നല്ലത് ആൻഡ് ഡിസൈറബിൾ. It is closely embedded in the people who could be reflected through their behavior. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബിഹേവിയറോട് നമുക്കറിയാം മൂല്യം ഉള്ള വ്യക്തിയാണ്. മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് വാല്യൂ. The global belief that instructs different judgments and actions across various situations. അടുത്തതാണ് മോട്ടിവേഷൻ. അതുകൊണ്ട് നിങ്ങൾക്കറിയാം മോട്ടിവേഷൻ. ഹാപ്പി വർക്കേഴ്സ് ആർ പ്രൊഡക്റ്റീവ് വർക്കേഴ്സ്. To make them happy, proper motivation is so essential. Motivation refers to all the forces operating within a person to cause him to engage in certain kinds of behavior rather than others. അതാണ് all forces എന്നെ പ്രചോദിപ്പിക്കുന്ന ഫോഴ്സസ് ഓപ്പറേറ്റിംഗ് വിതിൻ എ പേഴ്സൺ. എന്താണ്? ടു ഹോം എൻഗേജ് ഹിം ടു ഫോഴ്സ് ഹിം ടു മേക്ക് ഹിം ടു എൻഗേജ് ഹിം certain kinds of behavior rather than others. Motivation may be internal, for example, personal skill, ability and intelligence, or external such as incentives, training etc. അപ്പോൾ നമ്മൾ എന്താണ് ഒരു പർട്ടിക്കുലർ ബിഹേവിയറിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ബിഹേവിയർ ഉണ്ടാകാൻ വേണ്ടി, പെരുമാറ്റം അല്ലെങ്കിൽ പ്രവർത്തനം ഉണ്ടാകാൻ വേണ്ടി എനിക്ക് കാരണമാകുന്ന ആ ഒരു ഫോഴ്സിനാണ് ഞാൻ മോട്ടിവേഷൻ എന്ന് പറയുക. മോട്ടിവേഷൻ നമുക്കറിയാം ഫിനാൻഷ്യലാകാം, നോൺ ഫിനാൻഷ്യലാകാം. ഫിനാൻഷ്യലാകുമ്പോൾ എൻ്റെ ഇൻസെൻറ്റീവ്സ് ഇതൊക്കെയാണ്, സാലറി, ഇൻസെൻറ്റീവ്സ് എക്സെട്ര. അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യലാണ് എൻ്റെ പേഴ്സണൽ സ്കിൽ, എബിലിറ്റി, ഇൻ്റലിജൻസ്. ഇതാണ്. ഓക്കെ, അടുത്തതാണ് നമ്മൾ ലേൺഡ് ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തെയാണ് എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് എംപ്ലോയ്മെൻറ്റ് ലെവല്, വേജ് റേറ്റ്, ജനറൽ എക്കണോമിക് എൻവയൺമെൻറ്റ്. അതിൽ എംപ്ലോയ്മെൻറ്റ് ലെവല്. The employment opportunities which are available to individuals go a long way in influencing individual behavior. If the job opportunities are less, the individual have to stick to a particular organization even though he doesn't have any job satisfaction. എന്നാണ് നമ്മൾ പറയുന്നത്. On the other hand, if the job opportunities are more, the employees turnover will be more. Employment level. What is the level of employee? Job opportunities are there. ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ ദർ. നമുക്കറിയാം നമ്മളൊരു ഓർഗനൈസേഷനിൽ നിന്ന് വേറെ ഓർഗനൈസേഷനിൽ നമ്മൾ മാറിക്കൊണ്ട് പോകും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ മൂവ് ടു അതർ ഓർഗനൈസേഷൻസ്. ഓക്കെ, ഇത് നമ്മുടെ പെരുമാറ്റത്തെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എംപ്ലോയ്മെൻറ്റ് ലെവൽ കുറവാണെങ്കിൽ നമ്മുടെ പെരുമാറ്റം നല്ല വിധത്തിൽ പെരുമാറി നമ്മൾ ജോലി അവിടെ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു വിടും. എന്താ? അപ്പോൾ നമുക്ക് അവിടെ നിന്നേ പറ്റൂ. അതാണ് പറയുന്നത്.
Asante, if there are large available, job opportunities are very high. We know that we can move to other organization and employees turnover ഒക്കെ കൂടുതലായിരിക്കും. അടുത്താണ് wage rate. Every employee is majorly concerned with the wages offered to them by the company or the organization. The decision of a worker or an employee is directly affected by the monetary terms from the side of the company. വേജ് റേറ്റ് നല്ല വേജ് റേറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവന് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അവൻ്റെ ബിഹേവിയർ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും, അവൻ്റെ പെരുമാറ്റം അതനുസരിച്ച് മാറും. ജനറൽ എക്കണോമിക് എൻവയൺമെൻറ്റ്. ദി എക്കണോമിക് സൈക്കിൾ ഇൻ എ കൺട്രി ജനറേറ്റ് ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ദേ ആർ സബ്ജക്റ്റ് ടു റിട്രെഞ്ച്മെൻറ്റ് ആൻഡ് ലേ ഓഫ്. എന്താ റിട്രെഞ്ച്മെൻറ്റ്? പിരിച്ചുവിടുക. ലേ ഓഫ് എന്താ പറയുക, സ്ലോ പ്രോസസ്സിൽ. Job security and a stable income are the most relevant factors of motivation for these types of employees. ജോബ് സെക്യൂരിറ്റി വേണം, സ്റ്റേബിൾ ഇൻകം ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ മോട്ടീവ്സ്. ഒരു എംപ്ലോയി ഒന്ന് നല്ല ജോബ് സെക്യൂരിറ്റി, 2 സ്റ്റേബിൾ ഇൻകം ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആൻഡ് employees will be satisfied. So these are the factors influencing അടുത്തത് ഓർഗനൈസേഷൻ ഫാക്ടർ അടുത്ത ക്ലാസ്സിൽ കാണാം.